കേരളത്തിലെ സി പി എമ്മിൻ്റെ വ്യത്യസ്തങ്ങളായ സംവിധാനങ്ങൾ അതതിൻ്റെ ഏറ്റവും ഉന്നതതലം മുതൽ ലോക്കൽ കമ്മിറ്റിയിലെ സഖാവ് വരെ, അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിലെ സി പി എമ്മിന് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്ന പല ഏജൻസികളെയും ഉപയോഗപ്പെടുത്തിയും എല്ലാം കുറച്ചധികം നാളുകളായി സവിശേഷമായി ജമാഅത്തെ ഇസ്ലാമിയെ മുൻനിർത്തി ഇസ്ലാമിക പ്രസ്ഥാനത്തെ മുൻനിർത്തി നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്വേഷ പരാമർശങ്ങൾ, വിദ്വേഷ പ്രസ്താവനകൾ അത് യഥാർത്ഥത്തിൽ ആരെയാണ് ഉന്നം വെക്കുന്നത് എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നിടത്തുകൂടിയാണ് ഈ സംസാരങ്ങളും ഈ പൊതുയോഗവും പ്രസക്തമാകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇതിൻ്റെ ടൈറ്റിലിൽ തന്നെയും വിശദീകരിക്കുന്നത് പോലെ നമ്മൾ ഇസ്ലാമോഫോബിയയെക്കുറിച്ച് കൂടിയാണ് സംസാരിക്കുന്നത്. അഥവാ CPM കേരളത്തിൽ നിർമ്മിക്കുകയും വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഇസ്ലാമോഫോബിയയുടെ അളവിനെക്കുറിച്ചുകൂടി അവിടെയാണ് സഖാക്കൾ നമ്മോട് തിരിച്ചു ചോദിക്കാറുള്ളതും. ജമാഅത്തെ ഇസ്ലാമിയെക്കുറിച്ച് വിമർശനം ഉന്നയിക്കുന്നിടത്തും, ജമാഅത്തെ ഇസ്ലാമിയെ കുറ്റം പറയുന്നിടത്തും, ജമാഅത്തെ ഇസ്ലാമിയോട് പ്രശ്നം പറയുന്നിടത്തും അതെങ്ങനെയാണ് ഇസ്ലാമോഫോബിയായി മാറുക എന്നതാണ് ആളുകൾ ചോദിക്കുന്നതും. മുസ്ലിം സമുദായത്തിൻ്റെ 1% പോലും പ്രാതിനിധ്യമില്ലാത്ത നിങ്ങളെക്കുറിച്ച് വിമർശനമുന്നയിച്ചാൽ, നിങ്ങളെക്കുറിച്ച് പ്രശ്നമുന്നയിച്ചാൽ, നിങ്ങൾക്ക് തീവ്രവാദ പട്ടം ചാർത്തിയാൽ, നിങ്ങളുടെ മതരാഷ്ട്രവാദത്തെക്കുറിച്ച് പ്രശ്നമുന്നയിച്ചാൽ അതെങ്ങനെയാണ് മൊത്തം മുസ്ലിം സമൂഹത്തെയും അവഹേളിക്കുന്ന പ്രസ്താവനയാകുന്നത്? അതെങ്ങനെയാണ് മൊത്തം മുസ്ലിം സമൂഹത്തെയും കുറിച്ച് തെറ്റിദ്ധാരണ പരത്തുന്ന പ്രസ്താവനയാകുന്നത്? അതെങ്ങനെയാണ് ഇസ്ലാമോഫോബിയയുടെ കാറ്റഗറിയിൽ അതിനെ വരച്ചിടാൻ കഴിയുക എന്ന് പലപ്പോഴും ആർഗ്യുമെൻ്റ് ഉന്നയിക്കാറുണ്ട്. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ CPM ഈ കഴിഞ്ഞ അധികാരത്തിലിരിക്കുന്ന 8 വർഷങ്ങളെ മാത്രം എടുത്തു പരിശോധിച്ചാൽ 100 കണക്കിന് മുസ്ലിം വിരുദ്ധ പ്രസ്താവനകളും ഇസ്ലാമോഫോബിയ പരത്തുന്ന പ്രസ്താവനകളും കേരളത്തിൽ ഇടതുപക്ഷ ഹാൻഡിലുകളിൽ നിന്നും മാത്രം പുറപ്പെടുവിപ്പിക്കപ്പെടുകയും പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ടോ എന്നാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക. അത് കേവലമായി CPMൻ്റെ പ്രശ്നമെന്ന് പറയുന്നതോ, CPM ഉന്നയിക്കുന്ന പ്രശ്നമെന്ന് പറയുന്നത് അത് കേവലമായ ജമാഅത്തെ ഇസ്ലാമിയായിരുന്നില്ല, അത് കേവലമായ സയ്യിദ് മൗദൂദിയുടെ ആശയതലത്തിൻ്റെ പ്രശ്നമായിരുന്നില്ല. മറിച്ച് അത് സമൂഹത്തിലെ സമുദായങ്ങളുടെ തന്നെയും സമവാക്യങ്ങളെ ചേരിതിരിച്ചു അതിന് പുതിയ സംവിധാനങ്ങളും പുതിയ സോഷ്യൽ എഞ്ചിനീയറിങ്ങും സാധ്യമാക്കിയിട്ട് ധ്രുവീകരണ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുകയും ആ ഇസ്ലാമോഫോബിയയുടെ സാധ്യത എങ്ങനെയാണോ രാജ്യത്ത് ഹിന്ദുത്വ രാഷ്ട്രീയം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്, സംഘപരിവാർ ഈ രാജ്യത്തെ മുസ്ലിം സമൂഹത്തെ അപരവൽക്കരിക്കുകയും മുസ്ലിം സമൂഹത്തെ മാറ്റി നിർത്തുകയും മുസ്ലിം സമൂഹത്തിന് നേരെ വിദ്വേഷങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയും രാജ്യത്ത് ധാരാളമായ വംശഹത്യകൾ നടത്തിക്കൊണ്ടിരിക്കുകയും ആ അർത്ഥത്തിൽ രാജ്യത്തെ ഇസ്ലാമോഫോബിയ ധാരാളമായി ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ആ ഇസ്ലാമോഫോബിയയുടെയും ആ വംശീയതയുടെയും അടിത്തറയിൽ നിന്നുകൊണ്ട് സ്വന്തം ഭരണകൂടത്തെ നിർമ്മിച്ചെടുക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണോ അതേ പാറ്റേൺ കേരളത്തിൽ തങ്ങളുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിലും പയറ്റാൻ CPM തീരുമാനിച്ചതിൻ്റെ കൂടി ഫലമാണ് കേരളത്തിൽ കഴിഞ്ഞ നാളുകളിൽ ഒക്കെയും ഉൽപ്പാദിപ്പിക്കപ്പെട്ടിട്ടുള്ള വ്യത്യസ്തങ്ങളായ ഇസ്ലാമോഫോബിയ നിറഞ്ഞു നിൽക്കുന്ന, മുസ്ലിം വിരുദ്ധ വംശീയത നിറഞ്ഞു നിൽക്കുന്ന പരാമർശങ്ങൾ എന്ന് നമുക്ക് എടുത്തു പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ആ അർത്ഥത്തിൽ പരിശോധിക്കുന്നിടത്താണ് യഥാർത്ഥത്തിൽ സയ്യിദ് മൗദൂദിയോ ജമാഅത്തെ ഇസ്ലാമിയോ അല്ല CPMൻ്റെ പ്രശ്നം എന്ന് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഇസ്ലാമിൻ്റെ തന്നെയും രാഷ്ട്രീയ സിദ്ധാന്തങ്ങളും ഇസ്ലാമിൻ്റെ തന്നെയും രാഷ്ട്രീയ ഉള്ളടക്കവും ഇസ്ലാമിൻ്റെ തന്നെയും രാഷ്ട്രീയ മൂല്യങ്ങളുമാണ് CPMനെ സംബന്ധിച്ചിടത്തോളം വിറളി പിടിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ കുറിച്ചും ഇസ്ലാമിലെ പൊളിറ്റിക്സിനെ കുറിച്ചും വേർതിരിച്ച് വ്യത്യസ്തങ്ങളായി നിരന്തരമായി അത് ചോദ്യമുന്നയിക്കുകയും പ്രത്യേകമായി പുസ്തകം രചിക്കേണ്ടി വരികയും ഒക്കെ ചെയ്യുന്നത്. ആ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന CPMൻ്റെ വിശദീകരണത്തിനകത്ത് തീവ്രവാദിയാക്കപ്പെടാത്ത ഒരൊറ്റ മുസ്ലിം സംഘടനയും കേരളത്തിലില്ല എന്നതുകൂടി തിരിച്ചറിയുന്നിടത്താണോ ആ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ബാനർ വെച്ച് CPM നടത്തിക്കൊണ്ടിരിക്കുന്ന പരാമർശങ്ങൾ
അത് കേവലമായ ജമാഅത്ത് വിരുദ്ധതയല്ല, മുസ്ലിം വിരുദ്ധത തന്നെയാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. മുസ്ലിം രാഷ്ട്രീയ ഉള്ളടക്കത്തെ കുറിച്ചുള്ള ആശങ്കകളും മുസ്ലിം രാഷ്ട്രീയ ഉള്ളടക്കത്തെ കുറിച്ചുള്ള CPM-ന്റെ വേവലാതികളുമാണോ CPM നാൾക്ക് നാൾ പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രസ്താവനകളൊക്കെയും എന്ന് നമ്മൾ തിരിച്ചറിയാൻ സന്നദ്ധമാകേണ്ടി വരും. യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ രാഷ്ട്രീയ സിദ്ധാന്തത്തെക്കുറിച്ചും ഇസ്ലാമിന്റെ നാഗരികതകളെക്കുറിച്ചും പരിശോധിച്ചു നോക്കുന്നിടത്ത് അതിൽ ഭയപ്പെടാൻ എന്താണുള്ളത് എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഒരു വേള ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നത് പോലെ യൂഫ്രട്ടീസിന്റെ തീരത്തൊരാട്ടിൻകുട്ടി വിശന്നു ചത്താൽ അതിന് ഞാൻ ഉത്തരം പറയേണ്ടി വരും എന്നതിനേക്കാൾ രാഷ്ട്രീയ ബോധ്യവും ഉത്തരവാദിത്വ ബോധവുമുള്ള പരാമർശം ഈ പൊളിറ്റിക്സിന്റെ തിയറികളെയും അതിന്റെ ചരിത്രത്തെയും പരിശോധിക്കുന്നിടത്ത് വിശദീകരിച്ചു തരാൻ കഴിയുന്ന ഒരു സിദ്ധാന്തവും ലോകത്തില്ലെന്ന് തിരിച്ചറിയുന്നിടത്താണോ ആ രാഷ്ട്രീയ സിദ്ധാന്തത്തിന്റെ ഇസ്ലാമിന്റെ രാഷ്ട്രീയ ഉള്ളടക്കത്തിന്റെ സവിശേഷതകൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്ത് ഈ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ രാഷ്ട്രീയ പാരമ്പര്യത്തെക്കുറിച്ച് നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. സോവിയറ്റ് യൂണിയന്റെ ചരിത്രം പരിശോധിക്കുന്നിടത്ത് ഗോൾബച്ചേവിന്റെ ഭരണകാലത്ത് ആളുകൾ വറുതിയിലായ ഒരു സമയത്ത് റേഷൻ കടയിലേക്ക് ആളുകൾ തങ്ങളുടെ അന്നത്തിന് വേണ്ടി വരി നിൽക്കുന്ന ഒരു ക്യൂവിനെ കുറിച്ച് പരാമർശിക്കുന്നത് കാണാൻ പറ്റും. ആ ക്യൂവിൽ നിന്നും അടുത്ത ഒരു മനുഷ്യൻ തനിക്ക് ഗോൾബച്ചേവിനോടുള്ള ദേഷ്യം അത് സഹിക്കാൻ കഴിയാതെ അദ്ദേഹത്തെ ഞാൻ വെടിവെച്ചു കൊല്ലാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ ക്യൂവിൽ നിന്ന് ഇറങ്ങിയിട്ട് ഗോൾബച്ചേവിന്റെ വീട് ലക്ഷ്യമാക്കി പോകുന്നുണ്ട്. എന്നിട്ട് കുറച്ചു സമയം കഴിഞ്ഞിട്ട് ആ മനുഷ്യൻ തിരിച്ച് അതേ റേഷന്റെ വരിയിൽ ക്യൂ നിൽക്കുന്നത് കാണുമ്പോൾ ആളുകൾ ചോദിക്കുന്നുണ്ട്, എന്തേ ഗോൾബച്ചേവിനെ കണ്ടില്ലേ? അദ്ദേഹം തിരിച്ചു പറയുന്നത്, ഇവിടെയുള്ള ക്യൂവിനേക്കാൾ വലിയ ക്യൂവാൻ ഗോൾബച്ചേവിനെ വെടിവെച്ചു കൊല്ലാൻ കാത്തു നിൽക്കുന്നവരുടെ ക്യൂ. അങ്ങനെ ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഞങ്ങളോട് രാഷ്ട്രീയപരതയെക്കുറിച്ച് സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം എന്ന് പറഞ്ഞു വെക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇസ്ലാമിന്റെ രാഷ്ട്രീയ സിദ്ധാന്തങ്ങളെക്കുറിച്ചോ രാഷ്ട്രീയ മൂല്യങ്ങളെക്കുറിച്ചോ ഇസ്ലാമിന്റെ രാഷ്ട്രീയ ഉള്ളടക്കത്തെക്കുറിച്ചോ ഇസ്ലാമിന്റെ രാഷ്ട്രസങ്കല്പത്തെക്കുറിച്ചോ കേവലം ഒന്ന് ചികഞ്ഞു നോക്കിയിട്ടെങ്കിലും വേണം ഞങ്ങളോട് ആ രാഷ്ട്രീയത്തെക്കുറിച്ചും പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന ബൈനറി സൃഷ്ടിച്ചും ഞങ്ങളോട് സംസാരിക്കാൻ എന്നതുകൂടിയാണ് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഖിലാഫത്ത് ഭരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഖലീഫ ഭരണത്തെക്കുറിച്ച് മുഖ്യമന്ത്രി വേവലാതിപ്പെടുന്നത് യഥാർത്ഥത്തിൽ ചരിത്രം പരിശോധിച്ചാൽ, പാരമ്പര്യത്തെ പരിശോധിച്ചാൽ, വ്യത്യസ്ത നാഗരികതകളെ പരിശോധിച്ചാൽ ആരുടേതാണ് പറയാൻ കൊള്ളാവുന്ന ഒരു നാഗരികതയും ഒരു സാംസ്കാരിക തനിമയും ഉള്ള ഭരണനിർവഹണങ്ങൾ എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നിങ്ങൾ സന്നദ്ധമാണോ? ഞങ്ങൾ സന്നദ്ധമാണ് എന്നതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അഥവാ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരുടെയും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ വക്താക്കളുടെയും ഭരണത്തെക്കുറിച്ചും അതിന്റെ പാരമ്പര്യത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും നിങ്ങൾ പരിശോധിച്ചാൽ അത് നിങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുക സോവിയറ്റ് റഷ്യയുടെ, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ, അതുപോലെ തന്നെ കംബോഡിയയുടെ, ഇങ്ങനെ അവിടെ നിന്ന് തുടങ്ങി ഏറ്റവും അവസാനം ബംഗാളിലെ ജ്യോതി ബസുവിന്റെ മാരിച്ചാപ്പി വരെയുള്ള വ്യത്യസ്തങ്ങളായ വംശഹത്യകളുടെ മുന്നിലേക്കാണോ നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ ചരിത്രത്തെ കൊണ്ടുചെന്ന് ചേർത്ത് നിർത്താൻ കഴിയുക എന്നതാണ്. അത് കേരളത്തിൽ, ഇന്ത്യയിൽ, ബംഗാളിൽ മാത്രം അവസാനിക്കുന്നതല്ല. അതിനിപ്പുറത്തേക്ക് കേരളത്തിന്റെ തെരുവോരങ്ങളിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന തങ്ങളുടെ അധികാരവും തങ്ങളുടെ സംഘടനാശേഷിയും അത് നാട്ടിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് അക്രമരാഷ്ട്രീയം നിരന്തരമായി നടത്തിക്കൊണ്ടേയിരിക്കുന്ന, അതിന്റെ പേരിൽ ധാരാളക്കണക്കിന് മനുഷ്യരുടെ രക്തം തെരുവിൽ ചിന്തിക്കൊണ്ടേയിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ തങ്ങളുടെ രാഷ്ട്രീയ ഐഡിയോളജിയെക്കുറിച്ച് അഭിമാനകരമായി എന്താണ് പറയാൻ കഴിയുക? ഒന്നും പറയാൻ കഴിയില്ല എന്നതുകൂടിയാണ്. അതേസമയം നിങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയ പാരമ്പര്യത്തെക്കുറിച്ചോ ഞങ്ങളുടെ ഭരണ പാരമ്പര്യത്തെക്കുറിച്ചോ ഞങ്ങളുടെ ഖിലാഫത്തുകളെ കുറിച്ചോ നിങ്ങൾ പരിശോധിക്കൂ. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നിടത്ത് അത് മദീനയിൽ പ്രവാചക പുങ്കവൻ അടിത്തറയിട്ട ആ ഭരണത്തിന്റെ, ആ നാഗരികതയുടെ, ആ സംസ്കാരത്തിന്റെ വേരുകൾ ചെന്നെത്തുന്ന പ്രദേശങ്ങളെ കുറിച്ച് നിങ്ങൾ പരിശോധിക്കൂ. അത് ദമസ്കസിലേക്ക്, അത് ബാഗ്ദാദിലേക്ക്, അത് കൂഫയിലേക്ക്, അത് കൊർദോവയിലേക്ക്, അത് അന്തലുസിലേക്ക്, അവസാനം ഉസ്മാനിയ ഖിലാഫത്ത് വരെ നീണ്ടു നിൽക്കുന്ന ഖിലാഫത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, അതിന്റെ ചരിത്രത്തെക്കുറിച്ച്, അതിന്റെ സംസ്കാരത്തെക്കുറിച്ച്, അത് ലോകത്ത് നിർമ്മിച്ചെടുത്ത നാഗരികതകളെക്കുറിച്ച് നിങ്ങൾ പരിശോധിക്കൂ. അത് നിങ്ങളുടെ രാഷ്ട്രീയത്തെ പോലെ ആളുകളുടെ ദശലക്ഷക്കണക്കിന് മനുഷ്യരുടെ കബന്ധങ്ങളുടെ മേൽ കെട്ടിപ്പടുക്കപ്പെട്ട ഒരു ഭരണ സംവിധാനമല്ല. അത് മറിച്ച് ലോകത്തിന്റെ തന്നെയും ഗതി മാറ്റിമറിക്കുകയും ലോകത്തിന് തന്നെയും സവിശേഷമായ സംഭാവനകൾ നൽകുകയും ചെയ്ത വൈജ്ഞാനിക ഗോപുരങ്ങളായ ഇസ്ലാമിക ഖിലാഫത്തിന്റെയും ഇസ്ലാമിക ഭരണനിർവഹങ്ങളുടെയും ചരിത്രം നിങ്ങൾക്ക്
ഒരൽപ്പം സമയമുണ്ടെങ്കിൽ മറിച്ചു നോക്കുന്നത് നല്ലതാണ് എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഈ രാഷ്ട്രീയ ഉള്ളടക്കത്തെ തന്നെയാണോ ഒരുപാട് CPM അപകടകരമായി കാണുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇത് സവിശേഷമായി CPM-ന്റെ ഇസ്ലാമോഫോബിയയാണ്, ഇത് CPM-ന്റെ മുസ്ലിം വിരുദ്ധ വംശീയതയാണ്, മുസ്ലിം വിദ്വേഷം വമിപ്പിക്കുകയാണ് എന്ന് ആവർത്തിച്ച് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടുകൂടിയാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാർക്സിസം എന്ന് പറയുന്നത് അത് ഹിന്ദുത്വ മാർക്സിസത്തിലേക്ക് വഴിമാറി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന, സവിശേഷമായി കേരളത്തിലെ CPM ആ ഹിന്ദുത്വ മാർക്സിസത്തിലേക്ക് തങ്ങളുടെ ഊടും പാവും നെയ്തുകൊണ്ടിരിക്കുന്ന, തങ്ങളുടെ മുഴുവൻ സംവിധാനങ്ങളും തങ്ങളുടെ മുഴുവൻ ആശയധാരകളും അത് രാജ്യത്തെ ഹിന്ദുത്വ സംവിധാനത്തിനോ അത് പ്രായോഗികതയുടെ പേരിലാണോ അത് ആശയപരതയുടെ പേരിലാണോ എന്നതിനെ കുറിച്ച് ചർച്ച പറയാൻ എന്നിരുന്നാലും അത് അടിയറവ് വെച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മളുള്ളത്. സവിശേഷമായി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിലെ മുസ്ലിം സമൂഹത്തോട് നാൾക്കുനാൾ ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് എന്നതിനെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുന്നിടത്ത് അത് ഈ മുസ്ലിം വിരുദ്ധ വംശീയതയിൽ കവിഞ്ഞ മറ്റൊന്നുമായിരുന്നില്ല എന്നതുകൂടിയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. യഥാർത്ഥത്തിൽ ലോകത്ത് ഇസ്ലാമോഫോബിയ എന്ന ടെർമിനോളജി നിർമ്മിക്കപ്പെടുകയും യഥാർത്ഥത്തിൽ അതെന്തിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നതിനെക്കുറിച്ച് പരിശോധിച്ചാൽ അത് യൂറോപ്പ് മുസ്ലിം സമൂഹത്തിന്റെ മേൽ നടത്തിയിരുന്ന ഇസ്ലാം ഭീതിയുടെ അതിനെക്കുറിച്ച് സൂചിപ്പിക്കാൻ, അതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന ടെർമിനോളജി കൂടിയാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാമോഫോബിയെ നമ്മൾ പറയാറുള്ളത് അത് യൂറോപ്പിൽ നിന്നാണ് നമ്മൾ കടമെടുക്കാറുള്ളത്. പക്ഷേ സവിശേഷമായി അത് ഇന്ത്യയിൽ ഇന്ന് അതിൻ്റെ തനതായ ഉൽപാദനം നിർവഹിക്കുന്നുണ്ട് എന്നത് വേറെ കാര്യമാണ്. ആ അർത്ഥത്തിൽ അമേരിക്ക വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണത്തിനു ശേഷം ലോകത്ത് ജോർജ് W. ബുഷ് ലോകത്ത് അഭിമുഖീകരിച്ച് നടത്തുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. അത് വാർ ഓൺ ടെററിനെ കുറിച്ചാണ്, അഥവാ ഭീകരതാ വിരുദ്ധ യുദ്ധമാണ്. ഞങ്ങൾ ലോകത്തെ ഈ ഭീകരതകളെ, തീവ്രവാദത്തെ, ടെററിസത്തെ മൊത്തം ഞങ്ങൾ അഡ്രസ് ചെയ്യാൻ പോകുന്നു. അതിന് ഞങ്ങളുടെ സമ്പത്തും ഞങ്ങളുടെ സൈനിക സംവിധാനവും ഞങ്ങളുടെ മറ്റ് വൈജ്ഞാനിക സംരംഭങ്ങളും എല്ലാം അതിനുവേണ്ടി ഉപയോഗപ്പെടുത്താൻ പോകുന്നുവെന്നാണ് ജോർജ് W. ബുഷ് അന്ന് വാർ ഓൺ ടെറർ പ്രോജക്റ്റ് പ്രഖ്യാപിക്കുമ്പോൾ പറഞ്ഞു വെക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ലോകത്ത് മുസ്ലിം തീവ്രവാദത്തെക്കുറിച്ചും മുസ്ലിം ടെററിസത്തെക്കുറിച്ചും വ്യക്തമായ ധാരാളം പരികൽപ്പനകൾ രൂപപ്പെടുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ അതിന്റെ കേരളത്തിലെ ഏജൻസി പണി നിർവഹിക്കുകയാണോ CPM ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഒരുവേള സാമ്രാജ്യത്വത്തെ തങ്ങളുടെ എതിരായി പ്രഖ്യാപിക്കുകയും ശത്രുവായി പ്രഖ്യാപിക്കുകയും എന്നിട്ട് അതേ സാമ്രാജ്യത്വത്തിന്റെ ആശയങ്ങളും ആഖ്യാനങ്ങളും കേരളത്തിലേക്ക് സംവേദനം ചെയ്യുകയും അത് തങ്ങളുടെ പാർട്ടി ക്ലാസുകൾ വഴിയും തങ്ങളുടെ പൊതുസമ്മേളനങ്ങൾ വഴിയും തങ്ങളുടെ പ്രസ്താവനകൾ വഴിയും നാൾക്കുനാൾ പറത്തിവിട്ടുകൊണ്ടേയും ഇരിക്കുകയും ചെയ്യുന്ന പണിയാണ് CPM കേരളത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം എന്ന് പറയുന്ന ബൈനറിയെ യഥാർത്ഥത്തിൽ സൃഷ്ടിക്കുന്നത് ആരാണ്? അത് വാർ ഓൺ ടെററിന്റെ ഭാഗമായി ലോകത്ത് സൃഷ്ടിക്കപ്പെട്ട ഒരു ബൈനറിയാണ്. മുസ്ലിം സമൂഹത്തെ വ്യത്യസ്ത കാറ്റഗറികളായി തിരിക്കുക. ഇന്നയാൾ നല്ല മുസ്ലിമാൻ, ഇന്ന കൂട്ടർ അവർ കുറച്ചുകൂടി തീവ്രവാദ എലമെന്റുള്ള മുസ്ലിങ്ങളാണ്, അവർ കുറച്ചുകൂടി തീവ്രമായി ചിന്തിക്കുന്ന മുസ്ലിങ്ങളാണ്, റാഡിക്കൽ മുസ്ലിങ്ങളാണ്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാറ്റഗറികളെ സൃഷ്ടിക്കുക. എന്നിട്ട് അതിനെ തൊട്ട് അത് വലിയ തീവ്രവാദവും ടെററിസവും രാജ്യത്ത് ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് ആഖ്യാനം നടത്തുക. ഇത് യഥാർത്ഥത്തിൽ സാമ്രാജ്യത്വം നിർമ്മിച്ചെടുത്ത ഒരു ആഖ്യാനമാണ്. അത് കേരളത്തിൽ ഇന്ന് ഏറ്റവും നന്നായി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ്? അത് CPM ആണ്. അതുകൊണ്ടാണ് അത് ന്യൂനപക്ഷ വർഗീയതയെക്കുറിച്ച് ധാരാളമായി നിരന്തരമായി സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് കേരളത്തിൽ കോഴിക്കോട് ജില്ലയിൽ CPM-ന്റെ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ സഖാവ് M. മെഹബൂബിന് ആദ്യം ഇറക്കുന്ന പ്രസ്താവന അത് ഈ കേരളത്തിലെ കോഴിക്കോട് ജില്ലയിലെ ഇല്ലാത്ത ഒരു ന്യൂനപക്ഷ തീവ്രവാദത്തെക്കുറിച്ച് ഇറക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ സാമ്രാജ്യത്വം നെയ്തുകൊടുത്ത ആഖ്യാനങ്ങൾ അതേപടി തങ്ങളുടെ ആശയധാരയിലേക്കും പ്രായോഗിക ധാരയിലേക്കും CPM സ്വീകരിച്ചതിന്റെ ഉദാഹരണമാണ് എന്നുകൂടി നമ്മൾ അതിനെക്കുറിച്ച് തിരിച്ചറിയണം എന്നാണ്. അഥവാ ആ ന്യൂനപക്ഷ വർഗീയത എന്ന് പറയുന്നത് ഇല്ലാത്ത ഒരു സംഗതിയെ നിരന്തരം പറഞ്ഞുകൊണ്ട് അങ്ങനെയൊരു വർഗീയത ഈ രാജ്യത്തുണ്ട് എന്ന്, അത് ഭൂരിപക്ഷ വർഗീയത അഥവാ ഹിന്ദുത്വ വംശീയതയെ പോലെ തന്നെ എതിർക്കേണ്ടുന്ന ഒന്നാണ് എന്ന് സമീകരണ സിദ്ധാന്തം സൃഷ്ടിക്കുക. എന്നിട്ട് മുസ്ലിം വിരുദ്ധ വംശീയത ഉൽപ്പാദിപ്പിക്കുക, ഇസ്ലാമോഫോബിയ ഉൽപ്പാദിപ്പിക്കുക. അതിന്റെ നാട്ടക്കുറിയായിട്ട് ജമാഅത്തെ ഇസ്ലാമിയെയും പോപ്പുലർ ഫ്രണ്ടിനെയും SDPയെയും നിലനിർത്തുക. എന്നിട്ട് മൊത്തം മുസ്ലിം സമൂഹം
സമൂഹത്തെയും അരികുവൽക്കരിക്കുകയും അപരവൽക്കരിക്കുകയും ചെയ്യുക എന്നതാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ അറിയണം, കഴിഞ്ഞ ദിവസം എന്ന് പറയുന്നത് പരപ്പനങ്ങാടിയിലെ സക്കരിയ അന്യായമായി തടവിൽ കഴിയാൻ തുടങ്ങിയിട്ട് 16 വർഷം തികഞ്ഞ ഒരു വാള കൂടിയാണ് ഈ ഫെബ്രുവരി 5 എന്ന് പറയുന്നത്. എന്തിന്റെ പേരിലാണ് പരപ്പനങ്ങാടിയിലെ സക്കരിയ അറസ്റ്റ് ചെയ്യപ്പെടുന്നതും ഇന്നും വിചാരണ തടവുകാരനായി ജയിലറക്കുള്ളിൽ കഴിയേണ്ടി വരുന്നതും എന്ന് ചോദിച്ചാൽ ഈ ഇസ്ലാമോഫോബിയയുടെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ട ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം ബൈനറിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് സക്കരിയ പോലും ഒരുപാട് തീവ്രവാദപ്പെട്ടവും ടെററിസ്റ്റ് പട്ടവും ചാർത്തി കൊടുക്കപ്പെടുന്നത്. അബ്ദുൽ നാസർ മദനിയുടെ ചരിത്രവും വർത്തമാനവും നമ്മൾക്ക് ധാരണയുള്ളതാണ്. ഇങ്ങനെ കേരളത്തിലെ അനേകം മുസ്ലിം ചെറുപ്പക്കാരെ ആ അർത്ഥത്തിൽ തീവ്രവാദത്തിന്റെ ടെററിസത്തിന്റെ എലമെന്റുകൾ അവർക്ക് ചാർത്തി കൊടുത്തിട്ട് അവരെ ജയിലറകളിലേക്കും അനന്തമായ വിചാരണ കാലയളവുകളിലേക്കും തള്ളിയിടപ്പെടുന്നതിന്റെ പേരുകൂടിയാണോ ആ അർത്ഥത്തിൽ നമുക്ക് ഇസ്ലാമോഫോബിയ വായിച്ചെടുക്കാൻ കഴിയുന്നത്. അതേ പണിയാണോ ഇന്ന് CPM കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതുകൊണ്ടുകൂടിയാണ് ഇത് കൃത്യമായ മുസ്ലിം വിരുദ്ധ വംശീയതയല്ലാതെ മുസ്ലിം വിദ്വേഷമല്ലാതെ മറ്റെന്താണ് എന്നത് നമുക്ക് നിരന്തരമായി ചോദിക്കേണ്ടി വരുന്നത്. അത് ലവ് ജിഹാദിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ, അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ ജിഹാദുകളെ കുറിച്ച്, നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ചും ഒക്കെ പരാമർശം വരുന്ന വേളയിലും അതിൽ ഇടതുപക്ഷം സ്വീകരിക്കുന്ന സമീപനം എന്താണ് എന്നതിനെ കുറിച്ച് പരിശോധിക്കുന്നിടത്തും നമുക്ക് മനസ്സിലാകുന്നത് ഇസ്ലാമിനെ കുറിച്ചുള്ള സംജ്ഞകൾ, ഇസ്ലാമിനെ കുറിച്ചുള്ള വ്യത്യസ്തങ്ങളായ നരേഷനുകൾ, തെറ്റിദ്ധാരണ പുലർത്തുന്ന നരേഷനുകൾ അത് കേരളത്തിൽ ആവോളം പ്രചരിക്കട്ടെ എന്നാണ് CPM തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് കേരളത്തിന്റെ മുഖ്യധാര മീഡിയകളിൽ ഒന്നിൽ വന്നിരുന്നു വളരെ പ്രത്യക്ഷത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങൾ മുഴുവൻ വർഗീയവാദികളാണോ വംശീയവാദികളാണോ എന്ന് കേരളത്തിലെ ഒരു മുൻ MLA PC ജോർജ് എന്ന വംശീയവാദി കേരളത്തിന്റെ മുഖ്യധാരയിൽ വന്നിരുന്നു പുലമ്പിയിട്ടു. ഇന്നേരം വരെയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള കെൽപ്പ് ഈ ഇടതുപക്ഷ സർക്കാരിന് ഇല്ലാതിരിക്കുന്നത് കൊണ്ടാണ്. ഏറ്റവും അവസാനം ഇന്നലെ കോടതി പോലും അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിട്ടും അദ്ദേഹത്തെ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ, അദ്ദേഹത്തിന് ഒരു പ്രസ്താവന നടത്താൻ കേരളത്തിലെ CPM-ന് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിൽ CPM അതിന് തയ്യാറാകാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് പരിശോധിക്കുന്നിടത്താണ് കേരളത്തിൽ ആളുകൾ വ്യത്യസ്ത കോണുകളിൽ നിന്ന്, സംഘപരിവാരത്തിൽ നിന്നാകട്ടെ, അതുപോലെ തന്നെ കാസയടക്കമുള്ള ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിൽ നിന്ന്, തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകളിൽ നിന്ന് വരുന്ന മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളും എലമെന്റുകളുമാകട്ടെ, അത് യഥേഷ്ടം സമൂഹത്തിൽ പ്രചരിച്ചു കഴിയട്ടെ എന്നതാണ് CPM-ന്റെ നിലപാട് എന്നത് ആവർത്തിച്ച് വ്യക്തമാക്കുക കൂടിയാണോ അത് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു സമുദായത്തെ മുഴുവൻ തീവ്രവാദത്തിന്റെയും ടെററിസത്തിന്റെയും ഭീകരവാദത്തിന്റെയും ആലയിലേക്ക് കെറ്റി നിർത്തിയിട്ടു കശാപ്പുശാലയിലേക്ക് തള്ളിവിടാനാണോ CPM ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ആ കശാപ്പുശാലയിലേക്ക് കയറ്റി നിർത്തുന്ന പണിയിൽ അതിന് ഉന്തിയും അതിന് തല കൃത്യമായി വെച്ചുകൊടുത്തും അതിന് പണിയെളുപ്പമാക്കി കൊടുക്കുന്ന സമുദായത്തിലെ ചില സംഘടനകളും നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്നതുകൂടിയാണ്. പാർട്ടിയിൽ നിന്ന് കരാറെടുത്തിട്ടോ ഇസ്ലാമിക പ്രസ്ഥാനത്തിന് നേരെ യുദ്ധം നടത്തുന്ന ആളുകൾ, അവരെ കുറിച്ച് അത് നാദാപുരം ഭാഗത്തേക്ക് പോയാൽ ചിലർ അതിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. ആ അർത്ഥത്തിൽ, വലിയ അർത്ഥത്തിൽ സമുദായത്തിൽ നിന്ന് തന്നെയും സമുദായത്തിലെ മനുഷ്യരുടെ തല ആ കശാപ്പുശാലയിലേക്ക് വെച്ചു നീട്ടിക്കൊടുക്കുന്ന ആളുകളുണ്ട്. അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, അത് പാവപ്പെട്ട മനുഷ്യരുടെ വസ്ത്രവും പാർപ്പിടവും ഭക്ഷണവും അടക്കം അതിലടക്കം കരിനിഴൽ വീഴ്ത്തിയിട്ട് നിങ്ങൾ നടത്തുന്ന ഈ വിധ്വംസക പ്രവർത്തനം വിശുദ്ധ ഖുർആൻ തന്നെയും വിശദീകരിക്കുന്നത് പോലെ ഹസിറ ദുനിയാ വൽ ആഖിറ, ദുനിയാവും ആഖിറവും ഒരുപോലെ നഷ്ടപ്പെട്ടവരായി പോയി എന്ന് അവസാനം ശങ്കിക്കാതിരിക്കാൻ ഒന്ന് അമർത്തി പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് എന്ന് മാത്രമാണ് ആ സമുദായ സംഘടനകളോട് സവിശേഷമായി ഈ സന്ദർഭത്തിൽ സാന്ദർഭികമായി സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ ഇത് തികഞ്ഞ ഇസ്ലാമോഫോബിയാണെന്നും മുസ്ലിം വിരുദ്ധ വംശീയതയാണ് എന്നും തിരിച്ചറിയാനുള്ള വിവേകമുണ്ടാകണം എന്നതുകൂടിയാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, CPM കേരളത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള വ്യത്യസ്തങ്ങളായ നരേഷനുകൾ, കേരളത്തിൽ CPM സൃഷ്ടിച്ചിട്ടുള്ള വ്യത്യസ്തങ്ങളായ പ്രസ്താവനകൾ, നടത്തിയിട്ടുള്ള പ്രസ്താവനകൾ, ആ പ്രസ്താവനകളെ കുറിച്ച് എടുത്തു പരിശോധിച്ചു നോക്കിയാൽ അത് നമുക്ക് മനസ്സിലാക്കി തരുന്നതാണ്. ഇത് കേവലമായ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രശ്നമല്ലെന്നോ, ഇത് കേവലമായ സയ്യിദ് ഔദൂദിയുടെ പ്രശ്നമല്ലെന്നോ, ഇത് കേവലമായി അമീർ ഒരു ഇന്റർവ്യൂ കൊടുത്തതിന്റെ പ്രശ്നമല്ലെന്നോ നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. കേരളത്തിൽ ഏറ്റവും സവിശേഷമായി ഒരു ഇലക്ഷൻ കാലഘട്ടത്തിലാണോ കേരളത്തിൽ CPM ഒരു നരേഷൻ സൃഷ്ടിക്കുന്നത്?
ഹസൻ കുഞ്ഞാലിക്കുട്ടി അമീർ എന്ന ത്രയം ഇതാ കേരളത്തിലെ വിഴുങ്ങാൻ പോകുന്നു, കേരളം അവർ ഭരിക്കാൻ പോകുന്നു എന്നാണ് CPM നടത്തിയ ഒരു നരേഷൻ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം കേവലമായെങ്കിലും അറിയുന്ന ഒരു മനുഷ്യന് ധാരണയുണ്ടാകും, കേരളത്തിൽ CH മുഹമ്മദ് കോയയല്ലാതെ ഒരൊറ്റ മുസ്ലിം മുഖ്യമന്ത്രിയെ കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. ആ CH പോലും കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നത് വെറും 54 ദിവസമാണ്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ പരിസരത്ത് നിന്നുകൊണ്ടാണോ ഈ രാഷ്ട്രീയ പരിസരത്തോട് ഒരു നിലക്കും ലയിച്ചു ചേരാൻ സാധ്യതയില്ലാത്തത് എന്ന് നമ്മൾ കരുതുന്ന ഒരു പ്രസ്താവന CPM പുറപ്പെടുവിക്കുന്നത്? ഹസൻ കുഞ്ഞാലിക്കുട്ടി അമീർ എന്ന് പറയുന്ന ഒരു മുസ്ലിം ത്രയം ഇതാ ഈ കേരളത്തിന്റെ ഭരണം നിർവഹിക്കാൻ പോകുന്നു. കേരളത്തിന്റെ ഭരണം ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നൊരു മനുഷ്യൻ നിർവഹിച്ചാൽ എന്താണ് പ്രശ്നം എന്നുള്ളത് രണ്ടാമത്തെ ചർച്ചയാണ്. പക്ഷേ അങ്ങനെയൊരു രാഷ്ട്രീയ ചരിത്രം പോലും ഇല്ലാത്ത കേരളത്തിൽ നിന്നുകൊണ്ട് ഇതാ കേരളത്തിന്റെ മൊത്തം ഭരണവും ഒരു മുസ്ലിം സമൂഹം കൈയടക്കാൻ പോകുന്നു എന്ന് ആ അർത്ഥത്തിൽ അതിൽ പ്രസ്താവനയുണ്ടാക്കുകയും എന്നിട്ട് അപ്പുറത്ത് ഒരു വോട്ട് ബാങ്കിനെ കൺസോളിഡേറ്റ് ചെയ്യുകയും എന്നിട്ട് തങ്ങളുടെ അധികാരമുട്ടി ഉറപ്പിക്കുകയും ചെയ്യുന്ന പണിയാണ് CPM ആ ഘട്ടത്തിൽ നടത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതിനുശേഷം ധാരാളക്കണക്കിന് പ്രസ്താവനകൾ, ധാരാളക്കണക്കിന് നരേഷനുകൾ ആ അർത്ഥത്തിൽ CPM കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ വംശീയവൽക്കരിക്കുന്ന, വർഗീയമായി ചേരിതിരിക്കുന്ന വ്യത്യസ്തങ്ങളായ പ്രസ്താവനകളും വ്യത്യസ്തങ്ങളായ നരേഷനുകളും CPM സൃഷ്ടിച്ചെടുക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അവിടെയാണ് നമ്മൾ വീണ്ടും പറയുന്നത്, യഥാർത്ഥത്തിൽ CPMന്റെ പ്രശ്നമെന്ന് പറയുന്നത് അത് ജമാഅത്തെ ഇസ്ലാമിയോ സയ്യിദ് മൗദൂദിയോ അല്ല, മറിച്ച് അത് മുസ്ലിം സമൂഹം തന്നെയും അവരുടെ രാഷ്ട്രീയ കർത്തൃത്വത്തിൽ തന്നെയാണോ CPM ഭയപ്പെടുന്നത്? മുസ്ലിം കർത്തൃത്വത്തിൽ ഒരു പ്രക്ഷോഭമുണ്ടായാൽ, മുസ്ലിം കർത്തൃത്വത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നിടത്ത്, മുസ്ലിം കർത്തൃത്വത്തിൽ അവരുടെ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുന്നിടത്ത്, മുസ്ലിം കർത്തൃത്വത്തിൽ നിന്നുകൊണ്ട് അവരുടെ അവകാശങ്ങൾ ഉന്നയിക്കുന്നിടത്ത് അത് ഭീകരവാദമായി, അത് തീവ്രവാദമായി CPM അതിനെ പരികൽപ്പന ചെയ്യുകയാണ്. അതുകൊണ്ടാണ് പൗരത്വ സമരത്തിൽ തീവ്രവാദികൾ നുഴഞ്ഞുകയറുന്നുവെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി സഭയിൽ പറയുന്നത്. അതുകൊണ്ടാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾക്ക് അവകാശങ്ങൾ നേടിയെടുക്കേണ്ടതുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യേണ്ടത് ഞങ്ങളാണ് അവകാശങ്ങൾ നേടിത്തരേണ്ടത്. നിങ്ങൾ സ്വന്തം നിലക്ക് നിങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് ചോദിക്കുകയോ നിങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് വേവലാതിപ്പെടുകയോ ചെയ്യരുത് എന്നാണോ CPM പറയുന്നത്? നിങ്ങൾക്ക് സ്വന്തമായി രാഷ്ട്രീയ കർത്തൃത്വം ഉണ്ടാകാൻ പാടില്ല എന്നതാണ് CPM പറയുന്നത്. അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ സമരപ്രക്ഷോഭങ്ങളെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഉദ്ഘാടന പ്രഭാഷണത്തിൽ ബഹുമാന്യനായ അസിസ്റ്റന്റ് അമീർ പറഞ്ഞതുപോലെ കേരളത്തിലെ വ്യത്യസ്തങ്ങളായ സമരങ്ങളിൽ അതിലൊക്കെയും തീവ്രവാദ എലമെന്റുകൾ CPM സൃഷ്ടിക്കുന്നത് എന്തുകൊണ്ടാണ്? ആവിക്കൽ തോടിൽ സമരം ചെയ്യുന്ന ആളുകൾ മുസ്ലിം തീവ്രവാദികളാണ് എന്ന് കേരളത്തിൽ CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ നടത്തുന്ന പ്രസ്താവന എന്തിൽ നിന്നുണ്ടാകുന്നതാണ്? നിങ്ങൾ സമരം ചെയ്യുന്നത് അങ്ങനെയൊരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് പോലും സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു ജനകീയ സമരം, അങ്ങനെ ഒരു കർത്തൃത്വത്തിൽ ഒരു സമരം ഉണ്ടാകാൻ പാടില്ല എന്നതിൻ്റെ മുകളിൽ നിന്നുകൊണ്ടാണ് അതിനെ ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിം വിരുദ്ധ വംശീയത ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെ ധാരാളം സമരങ്ങളെക്കുറിച്ച് വടകരയിലെ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അത്തരം പലതരത്തിലുള്ള നരേറ്റീവുകളെയും നേർക്കുനേരെ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഒരു വോട്ട് ബാങ്ക് കൂടിയാണ് വടകരയിലേത് എന്ന് നമുക്കറിയാം. ആ അർത്ഥത്തിൽ കേരള രാഷ്ട്രീയത്തിലെ, കേരളത്തിന്റെ ഇലക്ഷൻ പൊളിറ്റിക്സിലെ ഏറ്റവും ധ്രുവീകരണപരമായ പല നടപടികളുമാണോ കഴിഞ്ഞ ഇലക്ഷനുകളിൽ ഒക്കെയും കേരളത്തിലെ CPM എടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ അർത്ഥത്തിൽ കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ സവിശേഷമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവർ അപരവൽക്കരിച്ചുകൊണ്ടുള്ള മുന്നോട്ടുപോക്ക്, അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണോ കേരളത്തിലെ ന്യൂനപക്ഷ സമൂഹത്തിന് വേണ്ടി അനുവദിക്കപ്പെട്ട സ്കോളർഷിപ്പുകളുടെ തുക അതിൽ 50% വെട്ടിക്കുറച്ചുകൊണ്ടുള്ള ഉത്തരവ് കേരളത്തിൽ വരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കേരളത്തിൽ എന്തിനാണ് ഒരു ന്യൂനപക്ഷ കമ്മീഷൻ ഉണ്ടായിരുന്നത്? കേരളത്തിൽ എന്തിനാണോ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കപ്പെടുന്നത് എന്ന് നമുക്ക് ധാരണയുണ്ട്. ഇന്ത്യയിലെ സവിശേഷമായി ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്റെ പിന്നാക്കാവസ്ഥയെക്കുറിച്ച് സാമൂഹികമായും വിദ്യാഭ്യാസപരമായും സാമ്പത്തികമായും ഒക്കെ അവർ നേരിടുന്ന പിന്നാക്കാവസ്ഥകളെ കുറിച്ച് പഠിക്കാനാണോ രാജ്യത്ത് രജീന്ദർ സച്ചാർ കമ്മീഷൻ നിയോഗിക്കപ്പെടുന്നത്? ആ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പഠിച്ചതിന്റെ ഫലമായി രാജ്യത്തിന് മുമ്പിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ട് എന്താണ് എന്ന് പരിശോധിച്ചാൽ രാജ്യത്തെ മുസ്ലിം സമൂഹം എന്ന് പറയുന്നത് അവർ അങ്ങേയറ്റം പിന്നാക്കാവസ്ഥ അനുഭവിക്കുന്ന ഒരു സമുദായമാണ്. അഥവാ വിദ്യാഭ്യാസപരമായി, സാമ്പത്തികമായി, സാമൂഹികമായി, ഗവൺമെന്റ് തലത്തിലെ ഉദ്യോഗസ്ഥ തലത്തിലും അതുപോലെ തന്നെ പ്രാതിനിധ്യ തലത്തിലും ഒക്കെ ജനസംഖ്യാനുപാതികമായി എന്ന് മാത്രമല്ല പ്രാതിനിധ്യപരമായി തന്നെയും ഏറ്റവും
ഏറ്റവും പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന ഒരു സമുദായവും കമ്മ്യൂണിറ്റിയുമായി മുസ്ലിം സമൂഹത്തെ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് കണ്ടെത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഉന്നമനത്തിനു വേണ്ടി ധാരാളം പദ്ധതികളും ക്ഷേമ പ്രവർത്തനങ്ങളും സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് മുമ്പോട്ട് വെക്കുന്നു. അതിന്റെ ബാക്കിയിൽ നിന്നുകൊണ്ട് കേരളത്തിൽ സവിശേഷമായി ഇവിടുത്തെ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥകളെ കുറിച്ച് പഠിക്കാൻ അന്നത്തെ ഇടത് ഗവൺമെന്റ് ഉണ്ടാക്കിയ പാലോളി കമ്മിറ്റി നിലവിൽ വരുന്നുണ്ട്. ആ പാലോളി കമ്മിറ്റിയും പഠനം നടത്തുന്നതിന്റെ ഭാഗമായിട്ട് അവർ കണ്ടെത്തുന്ന വസ്തുതകളും സച്ചാർ കമ്മിറ്റിക്ക് വിരുദ്ധമായ ഒന്നായിരുന്നില്ല. മറിച്ച് കേരളത്തിലെയും മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ പരിശോധിക്കുന്നിടത്ത് അവർ സാമൂഹികമായി പിന്നോക്കമാണ്, അവർ വിദ്യാഭ്യാസപരമായി പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്നവരാണ്, അവർ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്നവരാണ്, പ്രാതിനിധ്യപരമായി അവർ പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന ആളുകളാണ്. ഒരുപാട് ഇവിടുത്തെ SC/ST സമുദായങ്ങളെക്കാൾ പ്രാതിനിധ്യപരമായും സാമൂഹികപരമായും പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്ന ഒരു സമുദായമായി മുസ്ലിം കമ്മ്യൂണിറ്റിയെ ഈ റിപ്പോർട്ടുകൾ അടയാളപ്പെടുത്തുന്നുണ്ട് എന്ന് കാണാൻ പറ്റും. അതിന്റെ ഭാഗമായിട്ടാണോ കേരളത്തിൽ ഒരു ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നിലവിൽ വരുന്നത്? യഥാർത്ഥത്തിൽ അതിൽ തന്നെയും ഇടതുപക്ഷം അന്നേ കടക്കൽ കത്തിവെച്ചതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ രണ്ട് കമ്മിറ്റികളും ഉണ്ടാക്കപ്പെട്ടത് സവിശേഷമായി കേരളത്തിലെയും ഇന്ത്യയിലെയും മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ എന്താണ്, മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അവസ്ഥ എന്താണ്, അതിന്റെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട കമ്മിറ്റികളാണ്. ആ കമ്മിറ്റികൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളും മുസ്ലിം സമൂഹത്തിന്റെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളാണ്. പിന്നെ ഈ സംസ്ഥാനത്ത് രൂപപ്പെട്ടു വരുന്നത് ഒരു ന്യൂനപക്ഷ കമ്മീഷനാണ്, ഒരു മുസ്ലിം ക്ഷേമ കമ്മീഷൻ അല്ല, അതൊരു ന്യൂനപക്ഷ കമ്മീഷനാണ്. അവിടെ തന്നെയും അതിന്റെ മെറിറ്റിൽ നിന്ന് ഈ ഗവൺമെന്റ് അതിനെ പൊളിച്ചു കളയുന്നുണ്ട്, ഇടതുപക്ഷം അതിനെ പൊളിച്ചു കളയുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതിൽ നിന്ന് പിന്നെയും കുറച്ചു നാളുകൾക്ക് മുമ്പാണ് അതിൽ 80-20 വിവാദം നിങ്ങൾ ധാരാളമായി ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ന്യൂനപക്ഷങ്ങൾക്ക് അനുവദിക്കപ്പെടുന്ന ഫണ്ടിൽ നിന്ന് അതിൽ ജനസംഖ്യാനുപാതികമായ വിതരണം നടക്കുന്നില്ല എന്ന്, അതിൽ ന്യൂനപക്ഷത്തിൽ ഒരു വിഭാഗമായ ക്രിസ്ത്യൻ സമൂഹത്തിനു കൂടി ജനസംഖ്യാനുപാതികമായി അതിന്റെ വിഭവങ്ങൾ വിതരണം ചെയ്യപ്പെടണം എന്ന് ഉള്ള ആവശ്യങ്ങൾ വരികയും കോടതിയുടെ വിധിന്യായമടക്കവും പുറത്തു വരുന്നത് എന്ന് നിങ്ങൾ കാണണം. അവിടെയാണ് യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തിനാണ് ആ കമ്മിറ്റി റിപ്പോർട്ടുകൾ മുമ്പിൽ വെച്ചത് എന്നതിന്റെ മെറിറ്റിൽ നിന്ന് മാറി നിന്നിട്ടാണോ ന്യൂനപക്ഷ വകുപ്പ് എന്ന പേരിൽ വകുപ്പ് സൃഷ്ടിക്കപ്പെടുന്നത്. സ്വാഭാവികമായും ന്യൂനപക്ഷം എന്ന് വകുപ്പുണ്ടാക്കപ്പെടുമ്പോൾ ഭാവിയിൽ അങ്ങനെയൊരു ചോദ്യം ഉണ്ടാവുക എന്നത് സ്വാഭാവികമാണ്. അപ്പോൾ സ്വാഭാവികമായും മുസ്ലിം സമൂഹത്തിന്റെ ഉന്നമനത്തിനും പുരോഗതിക്കും വേണ്ടി നിർണയിക്കപ്പെട്ട ഒരു കമ്മിറ്റിയുടെ ഫണ്ടുകൾ അതിൽ വിഘടിച്ച് അതിൽ ആനുപാതികമായ വിഭജനമുണ്ടാക്കി അതിന്റെ മെറിറ്റിൽ തന്നെയും എന്തെന്തിനാണോ അത് നടത്തപ്പെട്ടിട്ടുള്ളത് അതിന്റെ ന്യായത്തിൽ നിന്ന് തന്നെയും അത് വേർപെട്ടു പോകുന്നു എന്ന് നമ്മൾ കാണുന്നു. അതിനും ശേഷമാണ് വീണ്ടും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ ജനുവരി 15 സർക്കാർ ഒരു ഉത്തരവിറക്കുന്നത്, മൈനോറിറ്റി വകുപ്പിന്റെ ഉത്തരവിറങ്ങുന്നത്. ആ അർത്ഥത്തിൽ ക്ഷേമ പദ്ധതികളുടെ കൂട്ടത്തിൽ നടപ്പാക്കപ്പെടുന്ന നമ്മുടെയൊക്കെയും കുട്ടികൾക്ക് വ്യത്യസ്ത അളവിൽ നടപ്പാക്കപ്പെട്ടുകൊണ്ടിരുന്ന സ്കോളർഷിപ്പ്, ആ സ്കോളർഷിപ്പിൽ നിന്ന് 50% തുക വെട്ടിക്കുറച്ചിരിക്കുന്നു എന്നാണ്. നിങ്ങൾ ആലോചിക്കേണ്ടത്. കാരണം പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഈ കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്നുവെന്നാണ്. അങ്ങനെ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഇടതുപക്ഷ ഗവൺമെന്റ് ചെയ്യേണ്ടത് തങ്ങൾക്ക് ഭരിക്കാൻ അറിയില്ല എന്ന് ഉത്തരം പറഞ്ഞുകൊണ്ട് ആ സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോകാനുള്ള മാന്യതയാണ് സർക്കാർ കാണിക്കേണ്ടത്. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങൾ മനസ്സിലാക്കണം, സ്കോളർഷിപ്പുകളുടെ കാര്യത്തിൽ മറ്റൊരു വിഭാഗത്തിന്റെയും സ്കോളർഷിപ്പുകളിൽ ഈ സർക്കാർ കൈവച്ചിട്ടില്ല. ഇവിടെ പിന്നോക്ക വിഭാഗങ്ങൾക്കുള്ള സ്കോളർഷിപ്പ് ഉണ്ട്, SC/ST സ്കോളർഷിപ്പ് ഉണ്ട്, അതുപോലെ തന്നെ മുന്നാക്ക സംവരണം എന്ന പേരിൽ അവർക്കുള്ള സ്കോളർഷിപ്പുകളുണ്ട്, വ്യത്യസ്തങ്ങളായ സ്കോളർഷിപ്പ് പദ്ധതികളുണ്ട്. ഇതിന്റെയൊന്നും സാമ്പത്തിക വിതരണത്തിൽ ഈ സർക്കാർ കൈവച്ചിട്ടില്ല. മറിച്ച് കൈവക്കാൻ പറ്റുന്ന ഒരു മേഖലയായി അവർ കണ്ടെത്തിയിരിക്കുന്നത് ഇവിടുത്തെ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ സ്കോളർഷിപ്പിന്റെ മുകളിലാണ്, അതിന്റെ മുകളിലാണ് അവർ വെട്ടിച്ചുരുക്കൽ വരുത്തുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇതുതന്നെയും സവിശേഷമായി അതിന്റെ മുകളിൽ മാത്രം വെട്ടുവീഴുന്നത് എന്തുകൊണ്ടാണ് എന്ന് പരിശോധിക്കുന്നിടത്തും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇത് ഈ അർത്ഥത്തിൽ മുസ്ലിം വിരുദ്ധ വിദ്വേഷത്തിന്റെ തന്നെ ഭാഗമായിട്ടല്ലാതെ മറ്റെന്താണ് എന്നത് അതുകൊണ്ടാണ് SIO അടക്കമുള്ള സംഘടനകൾക്കോ ചോദിക്കേണ്ടി വരുന്നത് എന്ന് ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ആ അർത്ഥത്തിൽ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുന്നാക്ക സംവരണം എന്ന് പറയുന്ന ഒരു സംവിധാനവും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഒരു പക്ഷേ രാജ്യത്ത് EWSനെ കുറിച്ച് കേന്ദ്ര ഗവൺമെന്റ് സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ ആദ്യം നടപ്പാക്കിയ ഒരു സംസ്ഥാനം കൂടിയാണ്
കേരളം എന്ന് പറയുന്നത്? യഥാർത്ഥത്തിൽ സമൂഹത്തിൽ മുന്നാക്കാവസ്ഥ അനുഭവിക്കുന്നവർക്ക് പിന്നെന്തിനാണ് സംവരണം എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നിടത്താണ്, അവർ പിന്നെ പുരോഗമിക്കാൻ അവർക്കെന്തിനാണ് സംവരണം എന്നാലോചിക്കുന്നതിനടുത്താണോ സംവരണത്തിന്റെ മെറിറ്റിൽ നിന്ന് തന്നെയും അതിനെ മറിച്ചു കളയുന്ന ഒന്നാണ് ഈ മുന്നാക്ക സംവരണം, സാമ്പത്തിക സംവരണം എന്ന് നമുക്ക് കാണാൻ കഴിയുക. ആ അർത്ഥത്തിൽ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ന്യൂനപക്ഷ സ്കോളർഷിപ്പിൽ കൈവെക്കുന്നതടക്കമുള്ള വ്യത്യസ്തങ്ങളായ നടപടികളിലൂടെ കേരളത്തിലെ ഇടതുപക്ഷം കടന്നു പോകുന്നുണ്ട്. അഥവാ സർക്കാർ ന്യൂനപക്ഷ സമൂഹങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇത്ര പഠിച്ചാൽ മതി എന്നാണ്, നിങ്ങൾ ഇത്ര പുരോഗമനം കൈവരിച്ചാൽ മതി എന്നാണ്. ഞങ്ങൾ എന്തിട്ട് തരുന്നോ അതിനനുസരിച്ച് നിങ്ങളുടെ പുരോഗമനം മതി എന്നാണോ CPM-ഉം സർക്കാരും ആ വെട്ടിക്കുറയ്ക്കലിലൂടെ ഇവിടുത്തെ ന്യൂനപക്ഷത്തോട്, മുസ്ലിം സമുദായത്തോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്? യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ പുരോഗതിയെക്കുറിച്ചും അതുപോലെ തന്നെ അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും ആ അർത്ഥത്തിൽ ധാരാളക്കണക്കിന് മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ ഈ രാജ്യത്ത് നാട്ടിൽ CPM ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടോ? അതിലൊന്നാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലപ്പുറത്തെ കുട്ടികൾ എങ്ങനെയാണ് A+ വാങ്ങുന്നത് എന്ന് ചോദിച്ചാൽ അത് കോപ്പിയടിച്ചിട്ടാണ് എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ പറയുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. എന്ന് മാത്രമല്ല, മലപ്പുറത്ത് നിന്നടക്കമുള്ള കുട്ടികൾ അവർ തട്ടമിടാതെ പുരോഗമനത്തിലേക്ക് അവർ സഞ്ചരിക്കുന്നു. അത് ഇവിടുത്തെ CPM-ന്റെയും ഇടതുപക്ഷത്തിന്റെയും അവരുടെ പുരോഗമന പ്രവർത്തനങ്ങളുടെയും ഭാഗമായിട്ടുണ്ടായതാണ് എന്ന് അവരുടെ തന്നെയും സംസ്ഥാന കമ്മിറ്റി അംഗം പ്രസ്താവന ഇറക്കുന്നത്. ഇങ്ങനെ മുസ്ലിം സമൂഹത്തിന്റെ വിദ്യാഭ്യാസം എന്തായിരിക്കണമെന്ന്, അവരുടെ പുരോഗമനം എന്തായിരിക്കണമെന്ന്, അവരുടെ പുരോഗതി എന്തായിരിക്കണമെന്ന് തങ്ങളാണ് നിശ്ചയിച്ചു നൽകുന്നത് എന്നതാണ് CPM നാൾക്ക് നാൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന പ്രസ്താവനകളൊക്കെയും നിരന്തരമായി സൂചിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ അർത്ഥത്തിൽ മുസ്ലിം കർത്തൃത്വത്തെ തന്നെയും അത് തങ്ങളുടെ അടിയിലുള്ള ഒന്ന് മാത്രമായി, തങ്ങളുടെ ഉടമത്വത്തിലുള്ള ഒന്ന് മാത്രമായിട്ടാണ് CPM അതിനെ മനസ്സിലാക്കുന്നത് എന്നതുകൂടിയാണ്. അതുകൊണ്ടാണ് സവിശേഷമായി നമ്മൾ പറയുന്നത് ഇത് കേവലമായ ജമാഅത്ത് വിരുദ്ധതയും സയ്യിദ് മൗദൂദിയോടുള്ള എന്തോ പ്രശ്നത്തിന്റെ പേരിലുമല്ല, ഇത് തികഞ്ഞ മുസ്ലിം വിരുദ്ധ വംശീയതയും ഇസ്ലാമോഫോബിയയുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ആ അർത്ഥത്തിൽ അതിനെക്കുറിച്ച് പിന്നെയും ഇസ്ലാമിക പ്രസ്ഥാനത്തെക്കുറിച്ചും അതിൻ്റെ യുവജന പ്രസ്ഥാനത്തെക്കുറിച്ചും അതിൻ്റെ പോഷക സംവിധാനങ്ങളെക്കുറിച്ചും എന്താണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അടക്കം സഭയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സാമൂഹ്യ വിരുദ്ധരായ ആളുകളാണ് എന്നാണ്. സമൂഹത്തിൽ എന്തെല്ലാം വികസനങ്ങൾ വരുന്നുണ്ടോ അതിനെയൊക്കെ എതിർക്കാനും സമൂഹത്തോട് വിരുദ്ധമായി നിൽക്കാനും നിരന്തരമായി നിൽക്കുന്ന ഒരു കൂട്ടരാൻ ജമാഅത്തെ ഇസ്ലാമിയും അതിൻ്റെ പോഷക സംവിധാനങ്ങളും എന്നാണ് കേരളത്തിലെ ഉത്തരവാദപ്പെട്ട മുഖ്യമന്ത്രി തന്നെയും സഭയിൽ പ്രസ്താവന നടത്തുന്നത് എന്ന് നമ്മൾ കാണുന്നു. അവരോട് വളരെ വിനയത്തോടും ഉത്തരവാദിത്വത്തോടും കൂടി നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, അനീതിയും ജീർണതകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹമാണ് ഞങ്ങൾക്ക് മുമ്പിലുള്ളതെങ്കിൽ ആ സമൂഹത്തോട് സാമൂഹ്യ വിരുദ്ധരായി പെരുമാറാൻ തന്നെയാണോ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് എന്ന് ആവർത്തിച്ചുറപ്പിക്കാനും അത് നിരന്തരമായി നിങ്ങളെ ബോധ്യപ്പെടുത്താനും തന്നെയാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത്. സമൂഹത്തിൽ അരികുവൽക്കരിക്കപ്പെട്ടു പോയ അപരവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ, മാറ്റി നിർത്തപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കുന്നതും അവരുടെ പുരോഗതിക്കും അവരുടെ ഉന്നമനത്തിനും വേണ്ടി സംസാരിക്കുന്നതുമാണോ സാമൂഹ്യ വിരുദ്ധതയെങ്കിൽ ആ സാമൂഹ്യ വിരുദ്ധത തുറന്നു കൊണ്ടുപോകാൻ തന്നെയാണോ ഞങ്ങളുടെ ദർശനം ഞങ്ങളെ പഠിപ്പിക്കുന്നത്? അതുകൊണ്ട് നിങ്ങളുടെ ഈ തരത്തിലുള്ള ഈ അച്ചുകൾക്ക്, നിങ്ങളുടെ ഈ ചാപ്പകൾക്ക് മുമ്പിൽ നിന്നു തരാൻ ഞങ്ങൾ സന്നദ്ധമല്ലെന്നാണ്. മന്നു മാത്രമല്ല, അതുപോലെ തന്നെ സംഘപരിവാറും അതുപോലെ അതിനൊത്താശ ചെയ്യുന്ന CPM-ഉം അതുപോലെ ആ വംശീയതകളെ നിരന്തരമായി ഏറ്റെടുക്കുന്ന ഇവിടുത്തെ ഒരു പബ്ലിക് സ്ഫിയറും ഇതുമാത്രമാണ് നിങ്ങൾ കൽപ്പിക്കുന്ന സമൂഹമെങ്കിൽ ആ സമൂഹത്തിൽ നിന്ന് പുറത്തിറങ്ങി ആ സമൂഹത്തോട് സാമൂഹ്യ വിരുദ്ധത നടത്താൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത് എന്നുറപ്പിക്കാൻ കൂടിയാണ് ഞങ്ങൾ ഈ അർത്ഥത്തിൽ ഈ സമയങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്. കാരണം ഞങ്ങൾ അത് പഠിപ്പിക്കുന്നത് ഞങ്ങളുടെ ദർശനമാണ്. ശുഹദാ ബിൽ ഖിസ്ത്, നീതിക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുക എന്ന് പറയുന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്വവും ദൗത്യവുമായി പഠിപ്പിക്കുന്ന ഒരു ദർശനത്തെ ഏറ്റെടുത്തിരിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ നിങ്ങൾ പറയുന്ന ഈ സോക്കോൾഡ് സാമൂഹ്യ വിരുദ്ധതയെ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുകയെ ചെയ്യുക, നീതിയെക്കുറിച്ച് നിരന്തരമായി സംസാരിച്ചു കൊണ്ടേയിരിക്കുക എന്നത് തന്നെയാണോ ഞങ്ങളുടെ ദൗത്യവും ഞങ്ങളുടെ പ്രവർത്തന മാർഗവും എന്നാവർത്തിച്ചുറപ്പിക്കാൻ ഞങ്ങൾ ഈ സന്ദർഭത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. അതിൽ നിങ്ങൾ ധാരാളക്കണക്കിന് വിമർശനങ്ങൾ ഉന്നയിച്ചേക്കാം. നിങ്ങൾ ഇസ്ലാമിനു നേരെയും ഇസ്ലാമിക പ്രസ്ഥാനത്തിനു നേരെയും അത് പ്രാകൃതമെന്നും അത് വ്യത്യസ്തങ്ങളായ അതിൻ്റെ നേരെയുള്ള വിദ്വേഷങ്ങളും നിങ്ങൾ വമിപ്പിച്ചേക്കാം. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത് അത് വേരുറപ്പുള്ള ഒരു ദൗത്യമാണ്. നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന, നമ്മൾ അണിനിരന്നിരിക്കുന്ന ദർശനം എന്ന് പറയുന്നത്
അത് വേറുറപ്പുള്ള ഒരു ദർശനമാണ്. അത് ആകാശത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ദർശനമാണ്. അതുകൊണ്ട് അത് ആ അർത്ഥത്തിൽ നിലനിൽക്കുന്ന ഒരു ദർശനമാണ് എന്നതുകൊണ്ട് തന്നെയും ഹർ കർബലെ കെ ബാദ് ഇസ്ലാം സിന്ദ ഹോത്താ ഹെ, കർബലക്ക് ശേഷവും ഇസ്ലാം ജീവിച്ചിരുന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓട്ടോമൻ ഖിലാഫത്തിന്റെ പതനത്തിന് ശേഷവും ഈ ഇസ്ലാം ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്നതുകൂടിയാണ് നമ്മൾ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നത്. കുരിശ് യുദ്ധങ്ങൾക്ക് ശേഷവും ഇസ്ലാം ജീവിച്ചിരിക്കുന്നുണ്ട്. കൊളോണിയലിസത്തിന്റെ സർവ്വവിധ അധിനിവേശങ്ങൾക്ക് ശേഷവും ഇസ്ലാം എന്ന ദർശനവും ആദർശവും ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം ലക്ഷക്കണക്കിന് മിസൈലുകൾ നാൾക്ക് നാൾ തങ്ങളുടെ മുമ്പിൽ വന്ന് വീണിട്ടും തങ്ങളുടെ സംവിധാനങ്ങൾ മുഴുവൻ തകർന്നു തരിപ്പണമായി കഴിഞ്ഞിട്ടും ആവാസ വ്യവസ്ഥ മുഴുവൻ തകർന്നു പോയിട്ടും ഗസ എഴുന്നേറ്റ് നിൽക്കുന്നു എന്നത് ഹർ കർബലെ കെ ബാദ് ഇസ്ലാം സിന്ദ ഹോത്താ ഹെ, കർബലക്ക് ശേഷവും ഇസ്ലാം ജീവിച്ചിരിക്കുക തന്നെ ചെയ്യും എന്ന പ്രഖ്യാപനത്തിന്റെ വാക്കിയാണ്. അതുകൊണ്ട് നമ്മൾ അണിനിരന്നിരിക്കുന്ന ഒരു ദർശനത്തെ കൂടുതൽ ഊർജ്ജസ്വലതയോടും ഇസ്സത്തോടും കൂടി ഈ തെരുവുകളിൽ, ഈ താടുകളിൽ, ഗ്രാമാന്തരങ്ങളിൽ പ്രതിനിധീകരിക്കാൻ തന്നെയാണോ നമ്മൾ തീരുമാനിക്കുന്നത്? കാരണം ഹുവ ഹയ്യുൻ ലാ യമൂത്ത്, മരണമില്ലാത്ത എന്നെന്നും ജീവിച്ചിരിക്കുന്ന ഒരു നാഥന്റെ മുമ്പിലാണോ നമ്മൾ മുട്ടുമടക്കുന്നത്? അവനാണ് നമ്മൾ കീഴ്പ്പെടുന്നത്, അവനാണ് നമ്മൾ അടിമപ്പെടുന്നത്. മറ്റൊരു അധികാര ശക്തിക്ക് മുമ്പിലും മറ്റൊരു വരേണ്യ ശക്തിക്ക് മുമ്പിലും നിന്നുകൊടുക്കാൻ, കുനിഞ്ഞു കൊടുക്കാൻ, അവർക്ക് മുട്ടുമടക്കി കൊടുക്കാൻ ഈ സാർത്ഥവാഹക സംഘം സന്നദ്ധമല്ലെന്ന് കൂടിയാണോ ആവർത്തിച്ച് പ്രഖ്യാപിക്കാനുള്ളത്? നമുക്ക് മുമ്പിൽ പ്രതിസന്ധികൾ വരും, പ്രയാസങ്ങൾ ഉണ്ടാകും, പലവിധങ്ങളായ വേദനകളും യാതനകളും അനുഭവിക്കേണ്ടി വരും. പക്ഷേ ആ ഘട്ടങ്ങളിലും മഹാനായ പ്രവാചക പുങ്കവൻ ഒരു വേള പങ്കുവെക്കുന്നത് പോലെ തന്റെ മുമ്പിൽ കടന്നു വരുന്ന ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനോടോ തന്റെ മേൽ വേദനിച്ചുകൊണ്ടോ അതുപോലെ തന്നെ രക്തം ഒലിപ്പിച്ചുകൊണ്ട് കടന്നു വരുന്ന ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ചോദിക്കുന്നുണ്ട്, അലാ തദഉ ലനാ അലാ തസ്തൻസിറു ലനാ, ഞങ്ങൾക്ക് വേണ്ടി റസൂലേ താങ്കൾ പ്രാർത്ഥിക്കുന്നില്ലേ, താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി സഹായം അഭ്യർത്ഥിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്ന ഖബ്ബാബിനോട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് താങ്കൾ ധൃതി കാണിക്കുക എന്നാണ്. എന്നിട്ട് പ്രവാചകൻ ഒരു ചരിത്രം പറയുന്നുണ്ട്, നിങ്ങൾക്ക് മുമ്പ് കടന്നുപോയ വിശ്വാസികളായ സമൂഹം ഇതിനേക്കാൾ വലിയ പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ, വലിയ യാതനകൾ അനുഭവിച്ചിട്ടുണ്ട്. അവർക്ക് അവരുടെ എല്ലും മാംസവും വേർതിരിക്കുമാറ് അവരെ ഇരുമ്പിന്റെ ചെറുപ്പ് കൊണ്ട് വാരപ്പെട്ടിട്ടുണ്ടോ, അവരെ കുഴിയിലേക്ക് ഇറക്കി നിർത്തി അവരെ ഈർച്ചവാളുകൊണ്ട് നെടുക പിളർത്തിയിട്ടുണ്ടോ. പക്ഷേ അവർ ആ സമയത്തും അചഞ്ചലമായ വിശ്വാസികളായിരുന്നു. എന്നിട്ട് പ്രവാചകൻ ഒരു സ്വപ്നവും പങ്കുവെക്കുന്നുണ്ട്, ഈ ദീൻ പുലരുന്ന ഒരു നാൾ വരും, അന്ന് സൻആ മുതൽ ഹദ്റമൂത്ത് വരെ ഒരു പെൺകുട്ടി ഒരാൾക്ക് തന്റെ ആടിനെ പിടിക്കുന്ന ചെന്നായല്ലാതെ മറ്റാരെയും ഭയപ്പെടാതെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു കാലം വരുമെന്നോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന പാഠമാണ്. ആ പ്രവാചകൻ പകർന്നു നിന്ന കൈത്തിരിവട്ടം ഇനിയും ഈ നാടുകളിൽ, ഈ പ്രദേശങ്ങളിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ കൂടുതൽ സ്ഥൈര്യത്തോടും കൂടുതൽ ഊർജത്തോടും ഇസ്സത്തോടും കൂടി ഏറ്റെടുക്കാൻ തന്നെയാണോ നമ്മൾ തീരുമാനിക്കുന്നത്? നമ്മൾ ഈ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നാഗരികതയും ഒരു സംസ്കാരവും ഉണ്ടോ? ആ നാഗരികത ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ലോകത്തെ മുഴുവൻ രാജ്യങ്ങളിലും അധിനിവേശം നടത്തിയിട്ട് കൊളോണിയൽ അധിനിവേശം നടത്തി ആ നാട്ടിലെ മനുഷ്യരെ മുഴുവൻ അടിമകളാക്കി വെക്കുകയും അവരെ കൊന്നൊടുക്കുകയും ചെയ്ത യൂറോപ്പിന്റെ ഒരു നാഗരികതയെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. മറിച്ച് അതിനപ്പുറത്ത് ദശലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടോ ആ മനുഷ്യരുടെ കബന്ധങ്ങൾക്ക് മുകളിൽ കെട്ടിപ്പൊക്കിയ കമ്മ്യൂണിസ്റ്റ് നാഗരികതയെ കുറിച്ചുമല്ല നമ്മൾ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ മനുഷ്യരെ മുഴുവൻ ഉന്മാദ ദേശീയതയുടെ പേരിൽ അതിന്റെ മുകളിൽ ഊട്ടപ്പെട്ട ഹിന്ദുത്വ വംശീയതയുടെ ഒരു നാഗരികതയെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. മറിച്ച് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശുഹദാ ബിൽ ഖിസ്ത്, നീതിക്കുമേൽ കെട്ടിപ്പടുക്കപ്പെട്ട പ്രവാചക പുങ്കവൻ മദീനയിൽ അസ്ഥിവാരം പണിത ഒരു നാഗരികതയെ കുറിച്ചാണോ നമ്മൾ ഈ ലോകത്തോട് സംവദിക്കുന്നത്? ആ സംവേദനത്തിനിടയിൽ വരുന്ന ശരങ്ങളെ, വരുന്ന വിമർശനങ്ങളെ, പ്രതിസന്ധികളെ, വേദനകളെ, യാതനകളെ, പ്രലോഭനങ്ങളെ ഒരു നിരക്കും നമ്മുടെ ആദർശ പോരാട്ടത്തിലും മുന്നോട്ടു പോക്കിലും അത് ബാധിക്കുകയില്ല. കാരണം സുർമായ മേരെ ആങ്ക ഹാക്കെ മദീന നജഫ്, എന്റെ കണ്ണുകളിൽ എഴുതിയിരിക്കുന്ന സുർമ അത് മദീനയിലെ പ്രവാചക പുങ്കവൻ ചവിട്ടി നടന്ന മണൽത്തരികളിൽ നിന്ന് ഊട്ടപ്പെട്ട സുർമയാൻ. അതുകൊണ്ട് ആ സുർമ കണ്ണിലണിഞ്ഞ് നടക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒരു പ്രതിബന്ധങ്ങളും ഒരു പ്രലോഭനങ്ങൾക്ക് മുമ്പിലും കീഴടങ്ങാൻ ഞങ്ങൾ സന്നദ്ധമല്ല.
വലാ തഹാഫൂന ലൗമത ലായിമിൻ, ഒരാക്ഷേപകന്റെ ആക്ഷേപത്തെയും ഞങ്ങൾ വകവെക്കുന്നില്ല എന്നുകൂടി ആവർത്തിച്ചു പ്രഖ്യാപിക്കാനാണോ ഇസ്ലാമിക പ്രസ്ഥാനവും ഇസ്ലാമിക വിദ്യാർത്ഥി പ്രസ്ഥാനവും ഈ ഘട്ടത്തിലും ആഗ്രഹിക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളുമായി ആശയ സംവാദത്തിനോ സന്നദ്ധമാണോ? ഞങ്ങൾ ഇതാ സന്നദ്ധമാണ്. ഞങ്ങളുടെ പാരമ്പര്യങ്ങളെ കുറിച്ചോ, ഞങ്ങളുടെ രാഷ്ട്രീയ സിദ്ധാന്തങ്ങളെ കുറിച്ചോ, ഞങ്ങളുടെ രാഷ്ട്രീയ മൂല്യങ്ങളെ കുറിച്ചോ, ഞങ്ങളുടെ സാമൂഹിക മാനങ്ങളെ കുറിച്ചോ ഞങ്ങൾ ആശയ സംവാദത്തിന് തയ്യാറാണ്. നിങ്ങൾ തയ്യാറുണ്ടോ എന്ന കനപ്പെട്ട ചോദ്യം തന്നെയാണോ ഞങ്ങൾക്ക് ആവർത്തിച്ചുറപ്പിക്കാനുള്ളത്? പ്രിയപ്പെട്ടവരെ, ഈ ദർശനവുമായി, ഈ മൂല്യങ്ങളുമായി, ഈ സിദ്ധാന്തങ്ങളുമായി നമ്മൾ വീണ്ടും ഈ സമൂഹത്തിലേക്ക് കടന്നു ചെല്ലും. പ്രവാചക പുങ്കവൻ പകർന്നു തരുന്ന സ്വപ്നം പോലെ പുതിയ ഒരു ലോകം കെട്ടിപ്പടുക്കാൻ നീതിയിൽ അധിഷ്ഠിതമായ, പരസ്പരം സാഹോദര്യത്തിൽ അധിഷ്ഠിതമായ, സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ ഒരു ഭൂമിയെ, ഒരു ജനവിഭാഗത്തെ കെട്ടിപ്പടുക്കുന്നതിൽ നമ്മൾ മുന്നണി പോരാളികളാകും. അതിനുവേണ്ടി നമ്മുടെ ഊർജവും നമ്മുടെ മനസ്സും ശരീരവും ഒരുക്കി നിർത്താനുള്ള ഒരു കളരിയായി കൂടി ഈ നടന്നുകൊണ്ടിരിക്കുന്ന വിമർശനങ്ങളെ മനസ്സിലാക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹൃദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.